ഹായ് ഫ്രണ്ട്സ്, വെൽക്കം കൃഷ്ണഗിരി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമുക്കൊരു വീഡിയോ കാണാം. ഒരു ചെറിയ സർപ്രൈസ് വീഡിയോ ആണ്. വീഡിയോയിലേക്ക് പോവാം. ഹായ് ഫ്രണ്ട്സ്, വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഫ്രണ്ട്സ്. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കനും ഒന്ന് അമർത്തിയാൽ ഞാൻ അയക്കുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നമുക്ക് വീഡിയോ കാണാം. അതൊരു സർപ്രൈസ് വീഡിയോ ആണ്. നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതാ ഈ കാണുന്നൊരു വട്ടമരത്തിനെ ആല് ചുറ്റി നിൽക്കുന്നതാണ്. ഇതാ ഈ കാണുന്ന വയൽ ഭാഗത്ത് പോയി, വയലിൽ ഏല ഭാഗങ്ങളിൽ പോയി വിറവുകൾ ശേഖരിക്കുക. അതാണ് നമ്മുടെ ആദ്യത്തെ പരിപാടി. ചെറിയ ചെറിയ തെങ്ങുകൾ നിൽക്കുന്ന ഓലമടലുകളും അതുപോലെ മരത്തിൻ്റെ ചുള്ളികൾ, വിറവുകൾ ഒക്കെ ശേഖരിച്ച് വയ്ക്കുക. ആ നേരം തന്നെ ആദിഗിരിയും മാതൃകൃഷ്ണനും കൂടി ആ വയൽ ഉണങ്ങി കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ എന്നാൽ പച്ചപ്പും ഉണ്ട്. സാധാരണ ചതപ്പ് ഏരിയയാണ്, പക്ഷേ അവിടെ ഉണക്കുള്ളത് കൊണ്ട് താരത്തില്ല. അവർ അവിടെ പോയിരുന്ന് കളിക്കുകയാണ്. ഞാനും എൻ്റെ ഭാര്യ അമ്പിളിയും കൂടി ആ വിറവ് അടിച്ചിടാനുള്ള, അതായത് വലിച്ചിട്ട് എടുക്കാനുള്ള ഒരു തത്രപ്പാടിലാണ്. ഏതായാലും നമ്മളത് വലിച്ച് ഓടിക്കുകയാണ് ചെയ്യും. അതായത് വിറവ് ശേഖരിക്കുകയല്ലേ, അപ്പോൾ പിന്നെ അത് എങ്ങനെയെങ്കിലും നമ്മളിത്തിരി കഷ്ടപ്പെട്ടാലും വേണ്ടിയില്ല, അത് വലിച്ചോടിക്കുക തന്നെ ചെയ്യും. ഒടിയുന്നില്ല. ഒന്നാം ശ്രമം കഴിഞ്ഞ് രണ്ടാം ശ്രമം കഴിഞ്ഞ് അങ്ങനെ നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ശ്രമിക്കുവിൻ ഫലം കാണുമെന്നാണ് പറയുന്നത്. പക്ഷേ നമുക്കത് ഒടിക്കാൻ ഒടിഞ്ഞ്. പക്ഷേ അത് നമുക്ക് ആ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. വീഡിയോയിൽ കിട്ടിയതുമില്ല. അതാണ് അതിൻ്റെ ശരിക്കുള്ള സത്യാവസ്ഥ. ആ വീഡിയോ നമ്മൾ മിസ്സായിപ്പോയി, ആ ഫോട്ടോ. പിന്നെ അതാ ഈ കാണുന്ന വയൽ നമ്മളെ കുട്ടിക്കാലത്ത് നമ്മൾ ഓടിക്കളിച്ച് നടന്നിരുന്ന ഒരു വയലുകളാണ്. അതായത് ക്രിക്കറ്റ് കളിക്കുന്നവർ അങ്ങനെ, ആ വയലിൽ ഓടിത്തൊട്ട് കളിക്കുന്നവരങ്ങനെ. അതായത് തച്ചോട് മുട്ടപ്പലം വയലാണ്. അങ്ങനെ നമ്മളെ കുട്ടിക്കാലത്താണ്. അതൊരു 10-20 വർഷത്തിന് മുമ്പുള്ള കാര്യമാണ് ഈ പറയുന്നത്. ഇപ്പോഴാണെങ്കിൽ കൊച്ചുങ്ങൾക്കും ആർക്കും ഈ വയലിൽ കളിക്കാനോ ഒന്നിനും നേരമില്ല. എല്ലാവരും മൊബൈലിൻ്റെ ലോകത്തായിപ്പോയി. ഒരുപക്ഷെ ഈ വയൽ കുട്ടികളെ ഈ വയലിൽ കിടന്ന് കളിക്കുന്ന കുട്ടികളെ കാത്തിരിക്കുന്നത് പോലെയാണ് തോന്നുന്നത്. ശൂന്യമായി കിടക്കുകയാണ്, ആരുമില്ല അവിടെയൊന്നും. സാധാരണ വയലിലെ പണിക്കാരെങ്കിലും വരേണ്ടതാണ്. ആ വയൽ പണിക്കാർ പോലും ഇല്ല. ഏതായാലും നമ്മൾ അവിടെ നിന്ന് ഇവിടെ നിന്നെല്ലാം വിറവൊക്കെ ശേഖരിച്ച് കൊണ്ടിരിക്കുകയാണ്. വയലിൽ പണികളില്ല. എനിക്ക് തോന്നുന്നു കൃഷിയൊന്നും ഇറക്കിയിട്ടില്ല. അതുകൊണ്ടാണ് തോന്നുന്നത് അങ്ങനെ തരിശായി പച്ചപ്പ് മാത്രമേ ഉള്ളൂ. അങ്ങനെ അങ്ങ് കിടക്കുകയാണ്. അതിൽ ഒന്നും കൃഷിയൊന്നും ചെയ്തിട്ടില്ല. ആദിഗിരിയും മാതൃകൃഷ്ണനും കൂടെ അവർ രണ്ടുപേരും അവിടെ കളി തന്നെ. അതാണ്ട് ആ വയലിലിരുന്ന് കളിക്കുകയാണ്. പക്ഷേ ആ വയലിലിരുന്ന പുല്ലിലൊക്കെ പിറവൊക്കെ ചൊറിയും. അതിൻ്റെ പുല്ലിൻ്റെ ആ പൊടിയൊക്കെ പുറത്ത് പറ്റി കഴിഞ്ഞാൽ. എന്നിരുന്നാലും അവിടെയൊക്കെ ഓടി കളിക്കുകയാണ്. അവിടെ നിന്ന് കളിക്കേണ്ട, നിങ്ങളിഞ്ഞ് വരാൻ പറഞ്ഞു. ഏതായാലും നമുക്ക് പോവാം, നിങ്ങൾ വരിയെന്ന് പറഞ്ഞു. അങ്ങനെ അവർ വരെയാണ്. ആ വിറവൊടിച്ചതിന് ശേഷം അതിൽ തന്നെ ഒരു ഓലമടൽ തടഞ്ഞു നിന്ന് അതിനെ അടിച്ച് താഴെ ഇടാനുള്ള ശ്രമം. കാരണം ഇത്തിരി വിറവ് ശേഖരിക്കുക എന്നതാണ് നമ്മളെ ലക്ഷ്യം. കാരണം ഈ പാചകവാതകത്തിൻ്റെ ആ ഷോർട്ടേജ്
വന്നതോടുകൂടിയാണ് നമ്മൾ വെളിയിലൊക്കെ ഇറങ്ങിയത്. ഇങ്ങനെ വിറവ് പറക്കാമെന്ന് പറഞ്ഞിട്ട് വയലിലൊക്കെ നമ്മൾ വന്നത്. ഉച്ചയ്ക്ക് ആഹാരമൊക്കെ കഴിച്ചിട്ടിരിക്കുന്ന ഇത്തിരി നേരത്തെ ഒന്ന് ഇറങ്ങി വന്ന് ഒരു കൈക്ക് ഒതുങ്ങുന്ന കുറച്ച് വിറവ് ശേഖരിച്ചിട്ട് പോയാലേ തീ കത്തിപ്പിനൊരു ലാഭമാവും. നമുക്ക് അതിന് വേണ്ടിയുള്ള പുരയിടമൊന്നുമില്ല, വിറവ് ശേഖരിക്കാം. അപ്പോൾ ആ പറമ്പിൽ നിന്നൊക്കെ പറക്കുന്ന വിറവ് കൊണ്ട് നമുക്ക് തീ കരിക്കാമല്ലോ. ആ ഓല മടലടിച്ചിട്ട് ആ ഓല എടുത്ത് കഴിഞ്ഞ് അതിൻ്റെ മടലെല്ലാം വിരിഞ്ഞെടുത്ത് നമ്മൾ ഏതായാലും പോകാൻ തീരുമാനിച്ച്. പക്ഷേ ഈ വിറവെല്ലാം കൂടെ നമ്മളൊരു സ്ഥലത്ത് കൊണ്ട് ശേഖരിച്ച് വയ്ക്കും. അവിടെ നിന്ന് കിട്ടുന്ന 1, 2 അങ്ങനെയുള്ളതെല്ലാം കൂടെ ശേഖരിച്ച് വെച്ചിട്ട് ഒരു നല്ലൊരു എടുപ്പാകുമ്പോഴത്തേക്ക് നമുക്കെടുത്ത് കൊണ്ട് പോകാൻ പറ്റുന്ന ഒരു ഇതാകുമ്പോഴത്തേക്ക് നമ്മൾ മതിയാക്കി പോകും. കാരണം നമ്മളെ വീട്ടിൻ്റെ തൊട്ട് താഴെ ഭാഗത്താണ് ഈ വയൽ. അപ്പോൾ നമുക്ക് നടന്ന് കൊണ്ട് തിരിച്ച് പോകുമ്പോഴത്തേക്ക് കയറ്റമാണ്. അപ്പോൾ ആ ആവശ്യത്തിനുള്ളത് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. നമ്മളെ എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന തരത്തിലുള്ള വിറവ് നമ്മൾ കൊണ്ടുപോകുള്ളൂ. സാധാരണ രീതിക്കാണെങ്കിൽ ഈ ഭാഗത്തൊക്കെ അങ്ങനെ വിറവ് പറക്കുകാരൊക്കെ വന്ന് വിറവ് പറക്കൊണ്ട് പോണതാണ്. ഇന്ന് ഒരുപക്ഷെ ആരെയും കണ്ടില്ല അവിടെയൊന്നും. ആദികൃഷ്ണനാണെങ്കിൽ വയലിൽ അവിടേക്ക് ഒന്ന് കളിച്ച് അതിൻ്റെ ആ പിക്ചറൊക്കെ കണ്ടിട്ട് അവർക്ക് വരാൻ തോന്നില്ല. അവിടെ ഇരുന്ന് കളിക്കാനായിട്ട് അവർ പ്ലാൻ ഇട്ടേക്കുന്നു. നിർബന്ധിച്ചാണ് അവരുടെ അടുത്ത് വരി നമുക്ക് പോവാം, നമുക്ക് ഇനിയിപ്പോൾ നാളെ വരാം, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വരാം, അങ്ങനെ വിളിച്ചുകൊണ്ട് പോകുന്നത്. എൻ്റെ കയ്യിലിരിക്കുന്ന ആ വലിയ ഇതല്ല, ഒരു ഇടത്തരം വിറവ്. പിന്നെ കൊച്ചാൾ അവൻ്റെ കയ്യിലും വിറവ് അവൻ എടുത്തിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം കൊണ്ട് നമ്മൾ പോവുകയാണ്. ഒത്തിരി റിസ്ക്കുള്ള പണിയാണ്, എന്നിരുന്നാലും എന്നാൽ ശരീരത്തിനൊരു വ്യായാമം കിട്ടും, വെറുതെ ഇരിക്കുന്നതല്ലോ. അതുപോലെ വീഡിയോ കണ്ടിഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഫ്രണ്ട്സ്. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൻ അമർത്തണം. ഞാൻ വിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നമുക്ക് കാണാം. ഈ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഫ്രണ്ട്സിനും വലിയൊരു ഹായ്. അപ്പോൾ അടുത്ത പുതിയ വീഡിയോ കാണുമ്പോഴേക്കും ബായ്. ഇതാണ് ഞാൻ പറഞ്ഞ ആ സർപ്രൈസ്. നമുക്ക് വിറവ് പറക്കാൻ പോക്ക്, വയലിൽ പോയി വിറവ് പറക്കുക, അതാണ് നമ്മളെ ജോലി. എല്ല് മുറിയെ പണിയെടുത്ത പല്ല് മുറിയെ തിന്നാം, അങ്ങനെ ഒരു പഴഞ്ചൊല്ലുണ്ട്. അതാണിപ്പോൾ അവിടെ സംഭവിക്കുന്നത്. ബൈ.